ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ലൊരു ചിക്കൻ ഫ്രൈയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണത്. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻസിൽ എനിക്ക് വിവരറിയിക്കണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, അരിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, പിന്നെ വേണ്ടത് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ഉണ്ട്, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ഒരു പകുതി മുട്ട, 1 ടീസ്പൂൺ വിനെഗർ, 1 ടേബിൾ സ്പൂൺ തൈര്. അപ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ചിക്കൻ കഴിക്കാൻ. അപ്പോൾ അതിൽ കുറച്ച് മല്ലിയിലയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് മിക്സഡ് ജാറിലേക്ക് തന്നെയാണ് എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി തന്നെ ഇതിലിട്ട് ചതച്ചെടുത്താൽ മതി ഇതിനോടൊപ്പം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ പകുതി മുട്ട, അപ്പോൾ ഒരു മുട്ടയാണ് ഞാൻ കലക്കി വെച്ചത്. അപ്പോൾ അതിൽ പകുതി ഞാൻ ചേർക്കുന്നുണ്ട്. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മല്ലിയിലയും കൂടി ചേർത്താണ് അരച്ചെടുത്തപ്പോൾ നല്ല മല്ലിയിലയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. എല്ലാം കൂടി അരച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി മുളക് പൊടി കുറവുള്ള പോലെ, അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരിയാണ് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുളക് പൊടി 1 ടീസ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ക്രഷ്ഡ് ചില്ലിയും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നോക്കി ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് പരട്ടിയിട്ട് ഒരു 1-2 മണിക്കൂർ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് വെക്കുക. അതിന് ശേഷം നമുക്ക് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ. കുറച്ച് വേപ്പിലയും പച്ചമുളകൊക്കെ ഇതിൽ ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് നന്നായി ഒരു സൈഡ് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കോട്ടിങ്ങൊക്കെ അത് വന്ന് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായി ഒരു സൈഡ് മുരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് അവസാനം നമ്മൾ 2 സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് വേപ്പിലയും പച്ചമുളകൊക്കെ ആഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ അതുപോലെ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്കത് പുറം ഭാഗം കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കാതിരുന്നാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.